അതുണ്ടല്ലോ, ഇന്ന് ഞാൻ എന്റെ പല്ലേ കമ്പി ടൈറ്റ് ചെയ്യാൻ പോവാണേ. എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തുള്ള എന്റെ ദന്തൽ ക്ലിനിക്കിലേക്ക്. ഇപ്പൊ സമയം 11:30 കഴിഞ്ഞു. പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരാനുള്ളത് എനിക്ക്. ഞാനിപ്പോ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ആണ് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഊബർ പിടിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചെന്നപ്പോ എന്റെ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ്. അല്ലെങ്കിൽ ഈ നേത്രാവതി എക്സ്പ്രസ് ഇങ്ങനെയാണ്. എന്തായാലും ട്രെയിൻ വരാൻ 1:30 കഴിയും. അതുകൊണ്ട് ഞാൻ നല്ലൊരു ഊണ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. അവിടെ കുത്തിയിരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശബരി വരുന്നുണ്ടെന്നുള്ള അനൗൺസ്മെന്റ് കേട്ടത്. എന്ത് ചെയ്യാനാ, നേത്രാവതിക്ക് നേരത്തെ ബുക്ക് ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ ശബരി പോകുന്നത് നോക്കി ടാറ്റയ്ക്ക് കൊടുത്തിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂട്, വിയർത്തൊഴുകുമായിരുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നപ്പോഴത്തേനും ട്രെയിൻ ഇതാവുന്നു. ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഓടിച്ചാടി കയറിയത്. മാറി ചേട്ടാ അങ്ങോട്ട്, ഞാൻ കുറച്ച് AC ഉള്ളട്ടെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഉള്ളിലേക്ക് കയറി. സീറ്റ് കണ്ടുപിടിച്ചിരിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ 2 ആന്റിമാരിക്കുന്നു. എന്റെ സീറ്റ് കയറി അവരിരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അടുത്ത സ്റ്റോപ്പായ എറണാകുളം ജംഗ്ഷനിൽ അവർ ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ച് വിട്ട്. അവരും ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ നെഞ്ചു വിരിച്ചിരിക്കാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന പാഴ്സൽ വാങ്ങിയ ഊണ് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് കിടന്നു. കുറച്ചു നേരം കിടന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഞാൻ എണീറ്റിരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. കഴിഞ്ഞ തവണ ദന്തൽ കൺസൾട്ടേഷന് പോയപ്പോഴാണ് ഡോക്ടർ എന്നോട് അടുത്ത കൺസൾട്ടേഷന് 2 സ്ക്രൂ എന്റെ മോണയിൽ ഇടുന്ന കാര്യം പറഞ്ഞത്. അന്നത് കേട്ട് പേടിച്ച് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി. പിന്നെ അതായിരുന്നു ചിന്ത, സ്ക്രൂ തിരികെ കയറ്റുമ്പോൾ വേദനിക്കില്ലെന്ന്. ടെൻഷൻ അടിക്കാൻ ഓരോരോ കാരണങ്ങൾ. പിന്നെ കുറച്ചു നേരം ഇരുന്ന് പല്ലിന്റെ ഭംഗിയൊക്കെ ഇരുന്ന് ആസ്വദിച്ചു. കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ ഏത് വിധമാവും അറിയില്ലല്ലോ. മുമ്പ് ഫ്രണ്ടിൽ ഇത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഗ്യാപ്പ് ആയിട്ടുണ്ട്. ആ ഫ്രണ്ടിലെ ഗ്യാപ്പ് എന്റെ ഭംഗി കളയുന്നില്ലേ എന്ന് എനിക്കൊരു ഡൗട്ട്. പോട്ടെ, 5 മണിക്ക് അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ട് ഞാൻ എത്തിയപ്പോൾ 7:30. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ലിനിക്കിലേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. ബ്ലോക്ക് കാരണം എന്റെ ലൈഫിൽ ഫസ്റ്റ് ഞാൻ ഊബർ ബൈക്കാണ് എടുത്തത്. പക്ഷേ ആ ചേട്ടൻ നല്ലതായിരുന്നു, എന്നെ പെട്ടെന്ന് എത്തിച്ചു. ഞാൻ ചെന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എന്നെ ഉള്ളിലേക്ക് വിളിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ലോക്കൽ തന്നിട്ടാണ് സ്ക്രൂ കയറ്റിയത്. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ശരിക്കും എന്റെ മേൽച്ചുണ്ടൊന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. തൊടുമ്പോൾ പോലും നോ ഫീലിംഗ്. തിരിച്ചുള്ള ട്രെയിൻ 8:40 കുറച്ച് ധൃതി പിടിച്ചാണ് എത്തിയത്. തിരിച്ചുള്ള ടിക്കറ്റ് എന്റെ കൺഫേംഡ് ആയിരുന്നില്ല. പക്ഷേ TTR കണ്ട് കാല് പിടിച്ച് ടിക്കറ്റ് എങ്ങനെയൊക്കെ ഒപ്പിച്ച്. ശരിക്കും ഈ ഒരു ടൈമിലൊക്കെ എന്റെ വായ പോലെ തന്നെ എന്റെ മനസ്സ് മരവിച്ചിരിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് വരണ്ടായിരുന്നെന്ന് തോന്നിയ നിമിഷങ്ങൾ. ട്രെയിനിൽ കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മരവിപ്പ് മാറി ചെറുതായിട്ട് വേദന അറിഞ്ഞു തുടങ്ങി. പിന്നെ എനിക്ക് തീരെ വീഡിയോ എടുക്കാൻ മൂടില്ലാത്തതുകൊണ്ട് കയറി കിടന്നു. 1 മണി കഴിഞ്ഞപ്പോൾ ആലുവ എത്തി. അവിടെ കെട്ടിയവൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ മൂഡ് തീരെ ശരിയല്ലാത്തതുകൊണ്ട് ആളോട് പോലും ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് പാവം എന്റെ കെട്ടിയവൻ നല്ല തണുത്ത മാംഗോ ഷേക്ക് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് അതും കുടിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക് കഴിച്ചിട്ട് ഞാൻ കയറി കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.